ഹലോ, ഗുഡ് മോർണിംഗ് ചക്കരകളെ. ഇന്നലെ എന്നെ കാണാതെ നിങ്ങൾ തേടി തേടി അലഞ്ഞ് നടക്കരുതെന്ന് എനിക്ക് മനസ്സിലായി. പഴയ വീഡിയോ ഒക്കെ കണ്ട് പിന്നെയും കണ്ടിട്ട് അതിൻ്റെ വ്യൂസ് കൂടുമ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും ആ വീഡിയോയിലേക്കാണ് പോയത്. തേടി തേടി ഞാൻ അലഞ്ഞു. ഇത് കണ്ടോ, ഇത് കണ്ടോ, പുതിയ ഗെറ്റപ്പ് വന്നിരിക്കുക. ഞാനൊരു സ്ഥലത്ത് പോകാൻ പോവുക. അപ്പം അതിന് മുമ്പ് ഞാനൊന്ന് ഒരുങ്ങി മുടിയൊക്കെ അയൺ ചെയ്തിട്ടിരിക്കുക. ജമുന പേരി ലുക്കിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ. എൻ്റെ മാല കൊള്ളാമോ? കൊള്ളാമല്ലോ, നല്ല രസമുണ്ടെങ്കിൽ. എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പിൽ പോകാം. അപ്പോൾ ഞാൻ ഒരുങ്ങി ഡ്രസ്സ് ഇട്ട് വന്നിട്ട് ഞാൻ കാണിക്കാവേ, ഒരു ഷോർട്സിൽ വരുന്നതായിരിക്കും. എന്നാലും നിങ്ങൾ എന്നെ തപ്പി അലഞ്ഞ് നടന്നു. എനിക്ക് ഇന്നലെ എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു. എപ്പോഴും മനുഷ്യന് ചില സമയത്തൊക്കെ ചിലപ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുമായിട്ടിരുന്നുകൊണ്ട് അതൊന്ന് ഇതാകാതെ പോയി. ഒരു കോമഡി പറയാവേ. ഇന്നലെ എൻ്റെ മാരേജ് ബ്യൂറോയിൽ ഞാനൊരു പയ്യനെ എടുത്തിരുന്നു. അപ്പോൾ പയ്യനെ എടുത്തിരുന്ന കുറേ നമുക്ക് ഉള്ളതുകൊണ്ട് എല്ലായിടും ചില സമയങ്ങളിൽ എൻ്റെ ശ്രദ്ധ പറ്റാത്ത കുറേ ആലോചനകളുണ്ട്. എൻ്റെ കണ്ണൊന്നും എത്തി കറക്റ്റ് ചെയ്യാത്ത. അപ്പം നമ്മൾ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് വരുന്ന നിങ്ങൾ സിംഗിൾ ബോവനെ ഒന്ന് വേണമെന്ന് പറയും. ഏതെങ്കിലും ഒരു സമയത്ത് സിംഗിൾ ബോവൻ സംസാരിക്കുക. അല്ലാത്തവർ ചിലപ്പോൾ വെയിറ്റിങ്ങിലായിരിക്കും. കോമഡി കേട്ടോ. എൻ്റെ ദൈവമേ, ഇന്നലെ ഞാനിരുന്നു രാത്രി 12 മണിക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ കിടന്നുറങ്ങത്തുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരു ഡോക്ടറിനെ നമ്മുടെ ഇരുന്ന പയ്യൻ ഒരു വെൽഡറെ ഇട്ട് കൊടുത്തിരിക്കുന്നു. ഡോക്ടർ MBBS ഡോക്ടർക്ക് വെൽഡറെ അയച്ചു കൊടുത്തിരിക്കുന്നു. എൻ്റെ പോലെ. അപ്പോൾ അവിടുന്ന് ആ പയ്യൻ ആ പെൺകുട്ടി ഇങ്ങോട്ട് ചോദിക്കുന്നത് ഇങ്ങനത്തെ ചോദ്യം, ഇതെന്താണെന്ന്. അവർക്ക് മനസ്സിലായി മാറിപ്പോയാണെന്ന്. ഞാനപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പക്ഷെ എന്നെ ചീത്ത വിളിച്ചില്ലല്ലോ ഞാൻ ഓർക്കുന്നത്, അല്ലേ? വേറെ ആരെങ്കിലും ഇപ്പം നമ്മളാണ് എന്താണ് നമ്മളൊരു ഒന്ന് ചീത്ത വിളിക്കാതിരിക്കുക. ഞാനാണ് 100 വട്ടം നല്ലൊരു ഭീഷണിപ്പെടുത്തിയേനെ. സോറി കേട്ടാ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റുവേ. നമ്മൾ മറ്റേ വലിയ മാരേജ് ബ്യൂറോ പോലെ അല്ലല്ലോ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ ഇതാണെന്ന് വെബ്സൈറ്റിലൂടെ അല്ലല്ലോ നമ്മൾ ഓൺ ദ വേ നമ്മൾ നിന്ന് കൈകാര്യം ചെയ്യുന്ന കാര്യമില്ല. അപ്പം ഇതിനകത്ത് മിസ്റ്റേക്കൊക്കെ വരും ചിലപ്പോൾ. വന്നിട്ടുണ്ടല്ലോ. ആണ്ട് ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ, മോളെ സോറി കേട്ടോ, ഇന്ന പോലെ ഭയങ്കര ചിരിയത്. അയ്യോ, എൻ്റെ മക്കളാണെങ്കിൽ പോലും ഭയങ്കര ദേഷ്യപ്പെട്ടനെ. അപ്പോൾ അത് സാരില്ല, എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അത് നിങ്ങളോട് പറയണമെന്ന് ഓർത്ത് ഞാൻ ഇന്നൊരു എക്സിബിഷന് പോകും. എക്സിബിഷൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എക്സിബിഷന് എന്താണ് എന്നുള്ളത് കാണിച്ചു തരാം. അമ്മു ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി വെച്ചിരിക്കുക. അതിൻ്റെ ഞാൻ രാത്രി കാണിച്ചു തരാവേ. നല്ല രസമാണ്. നക്ഷത്രമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. രാത്രി മുഴുവൻ അമ്മു ഇന്നലെ രാത്രിയിലാണ് കംപ്ലീറ്റ് ചെയ്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി. പിന്നെ ഇങ്ങനെ പുറത്ത് പോവുകയാണിപ്പോൾ. ആ ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ പറയാനുള്ള കാര്യം, പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. നമ്മൾ സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തെങ്കിലും ഒരു പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കില്ലേ. പ്രാർത്ഥന നിർത്തരുത്. ഞാനും ചെയ്തിട്ടുണ്ട്. എനിക്കും അങ്ങനത്തെ ഇടയ്ക്ക് വേഷംകെട്ടുകളുണ്ട്. പക്ഷേ ആ വേഷംകെട്ടുകൾ നമ്മൾ കാണിക്കല് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നമ്മൾ പോകും. നമ്മൾക്ക് ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഉടനെ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല, എന്നാൽ പോകില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു സ്റ്റൈൽ, എനിക്കുണ്ട് ആ സ്റ്റൈൽ, ഇടയ്ക്കിടയ്ക്കുണ്ട് ആ സ്റ്റൈൽ. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ദൈവാനുഗ്രഹം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ നിർത്തിക്കളയുന്നത്. ദൈവാനുഗ്രഹം നമുക്കായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുമ്പോൾ നമ്മളതിൽ നിന്ന് പിന്മാറരുത്. അപ്പോൾ അത്രയും നാൾ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ നമ്മളൊരു കൺസിസ്റ്റൻസിയോട് കൂടി നമ്മൾ പുലർത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരു നന്മ നമ്മളിലേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഈ നിർത്തിക്കളയുന്നത്. അങ്ങനെ നിർത്തരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾ നിർത്തരുത്. പലരും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അല്ലെ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ആൾക്ക് വിറയും. എന്നിട്ട് പറയും എനിക്ക് പറ്റത്തില്ല, അപ്പോൾ ദൈവത്തിനൊന്നും നമ്മളെ വേണ്ടെന്നൊക്കെ പറഞ്ഞൊരു പിന്മാറ്റം ഉണ്ടാവും. അങ്ങനെ പിന്മാറല്ലേ. ഞാനുൾപ്പെടെ നിസ്സാര പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാവും. അപ്പോൾ നമുക്ക് നിയന്ത്രണത്തിൽ നിൽക്കാതെ വരുമ്പോൾ നമുക്ക് സങ്കടവും നിരാശയും ദേഷ്യവും ഒക്കെ വരും നമുക്ക്. അപ്പം നമ്മൾ ഒരിക്കലും പ്രാർത്ഥനയിൽ അതിൽ മാത്രം ഒരു നിരാശയും മുടക്കും വരുത്തരുത് കേട്ടോ. ഭയങ്കര ഒച്ച ശബ്ദവും ബഹളമൊക്കെ. ഇതാണ് എനിക്ക് പറയാനുള്ള ഇന്നത്തെ ഒരു മെയിൻ കാര്യമാണത്. എല്ലാവരും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ഉഴപ്പ് പരിപാടി. കേട്ടാ, നിർത്തിക്കളയരുതേ നിങ്ങൾ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്.
പിന്നെ എന്തായാലും മിനിഞ്ഞാന്നതൊരു വീഡിയോയിലൊരു കമൻറ്റ് ഇട്ടിരിക്കും, ദൈവമേ ഈ മുതലിനെ ഞാൻ കാനഡയിൽ നിന്ന് കാണുകയാണ്, ഈ മുതലിൻ്റെ വീഡിയോ ഞാൻ ആദ്യം കാണുകയാണ്, ഈ മുതലിനെ സൃഷ്ടിക്കാൻ ദൈവം ഒരുപാട് പണിപ്പെട്ട് കാണുമെന്നൊക്കെ പറഞ്ഞ് ആ കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളിടുന്ന കമൻറ്റുകളെല്ലാം ഞാൻ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് കമൻറ്റ് ഇടുന്ന വ്യക്തികളുടെ പേര് പോലും ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് പറയാഞ്ഞിട്ടാണ്. ഒരു കമൻറ്റുകൾ കണ്ടില്ലെങ്കിൽ ഞാൻ അവരെ നോക്കുന്നുണ്ട്, വേറെ എന്താ എത്ര ദിവസം വരെ കമൻറ്റ് ഇട്ടില്ല, അതുപോലെ ഞാൻ നോക്കും കേട്ടോ. അങ്ങനെ കുറേ ആദ്യമൊക്കെ കമൻറ്റ് ഇട്ടവർ ഇപ്പോൾ കമൻറ്റ് ഇടുന്നില്ല, അങ്ങനെയൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. നമുക്ക് അവരോടൊക്കെ സ്നേഹമുണ്ട് ഉള്ളിൽ. അങ്ങോട്ട് നീങ്ങുന്ന അങ്ങനെ നന്ദുവും ഞാനും കൂടെ ഈ പിന്നെ എക്സിബിഷൻ കാണാൻ പോകുന്നുണ്ട്. പിന്നെ ലീന, ഈ നമ്മുടെ മെറൈൻ ഡ്രൈവിൽ പൂക്കളുടെ ഈ ചെടികളുടെയൊക്കെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറൈൻ ഡ്രൈവിൽ തുടങ്ങിയെന്ന് പറയുന്നത്. ഇനി എറണാകുളത്തിന് ഇങ്ങനത്തെ ചില ഗുണങ്ങൾ, ഇതൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഗൾഫിൽ പോയി നിൽക്കുന്നൊരവസ്ഥ. എറണാകുളം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ആഘോഷ മൂടുള്ളൊരു സ്ഥലമാണ് എറണാകുളം. എറണാകുളത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അത് ഞാൻ പറയുകയാണ്. ഞാനിപ്പോൾ ആലപ്പുഴക്കാരിയല്ലേ, എനിക്ക് എറണാകുളത്ത് വന്നിട്ട് നമ്മളൊന്നിനും ബോറടിക്കണ്ട, എന്തെങ്കിലും ഒരു ജോലിയിൽ ജീവിക്കാൻ പറ്റും, ഒന്നിനും നമ്മൾ ബോറടിക്കണ്ട, എല്ലാം നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. പിന്നെ നമുക്കൊരു ബോറടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി മടിയുണ്ടല്ലേ. പിന്നെ 2 ദിവസം ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് പിന്നെ വയ്യാഞ്ഞോണ്ടാണെന്നൊന്നും പറയാഞ്ഞതാ. എനിക്ക് നിങ്ങൾക്ക് ചിരിച്ച് കളിച്ച് വീഡിയോ ഇടണം, അല്ലാതെ വീഡിയോ ഇടണം. നിങ്ങൾ തന്നെ വിഷമിച്ചിരുന്നിട്ടായിരിക്കും ഇതൊന്ന് നോക്കുന്നൊരു എൻ്റർടൈൻമെൻറ്റിനായിരിക്കും. അപ്പം ഹലോ ചക്കരകളെ എന്തുണ്ട് വിഷയം നെഗറ്റീവും പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഭയങ്കര സങ്കടം വരത്തില്ലേ? അതുകൊണ്ട് നിങ്ങളെ ചിരിപ്പിക്കാൻ ഇന്നലെ ഓക്കെ, ഇന്നെന്തായിരുന്നു, ഇന്നിപ്പോ എത്ര മണിയായി? ഇന്നലത്തെ അതിന്റെ ഒരു ഹാങ് ഓവർ വിട്ട് വരണമായിരുന്നു ചക്കരകളെ. പഴയ പോലൊന്നും അല്ല ചക്കരകളെ, നിങ്ങൾ വഴക്ക് പറയണം കേട്ടോ, ഭയങ്കര മടിയാ. ഞാൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാലും ഇപ്പൊ വേണ്ട, എനിക്ക് കഴിയത്തില്ല, ഒരു മൂടില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെ മൂടില്ലാതെ വരത്തില്ല, പക്ഷെ ചില സമയത്ത് ഒരു വീഡിയോ ഇടാൻ മടി വരും. ചില സമയത്ത് മടി വരുമ്പോ എന്തെടുക്കുന്ന പഴയ വീഡിയോയുടെ കമന്റ് ഇരുന്ന് വായിച്ച് ചിരിക്കണ കാണാം. അതുപോലെ വേറെ വീഡിയോയുടെ കമന്റ് ഇടുന്നത്, വേറെ ചില വീഡിയോ കാണത്തില്ലേ, കമന്റിന്റെ അടിയിൽ പോയി ഇരുന്ന് കേട്ടന്ന് ചിരിച്ച് മരിക്കും. എൻ്റെ പൊന്നെ, ചില വീഡിയോകൾ കണ്ട നമ്മുടെ നാഗയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചിരിക്കും ഞാൻ, ഭയങ്കരമായിട്ട് ചിരിക്കില്ല. അതിൻ്റെ അടിയിലെ കമന്റ് കണ്ടിട്ടെങ്കിൽ ചിരിക്കും ഞാൻ. എനിക്കിഷ്ടം എനിക്കവരെ അവർക്ക് വൃത്തികേട് പറഞ്ഞിട്ടല്ലേ അല്ലേ, അവർ പാവമാണ്. അവർ വൃത്തികേട് പറയുമ്പോൾ അവർക്ക് പറഞ്ഞ ഭ്രാന്തളെ അവർ നല്ല പറഞ്ഞു കൊടുക്കും. അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് അവർ കൃത്യമായ ആൻസർ കൊടുക്കുന്നുണ്ട്. എന്തോ ഒരു പ്രത്യേക ഒരു കാര്യം പറയേണ്ടത്, നവ്യ നായരെക്കുറിച്ച്, നമ്മുടെ നവ്യയെക്കുറിച്ച് ഈ പറഞ്ഞില്ലേ പൈസ മേടിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, പൈസ മേടിക്കുന്ന ആരോ പറഞ്ഞ മന്ത്രിമാർ പറഞ്ഞ ഏത് മന്ത്രിയായാലും ഏത് ജനപ്രതിനിധി അതിൽ ഒരു കാര്യം മനസ്സിലാക്കണം, വർഷങ്ങൾ ഒരു തപസ് പോലെയാണ് നമ്മൾ ഈ നൃത്തം അഭ്യാസം. എൻ്റെ ദൈവം എന്നെ നന്ദു എന്നെ കുറച്ച് സ്റ്റെപ്പുകൾ പഠിപ്പിക്കാൻ പാടുപെട്ട് കുറച്ച് അവർ എനിക്ക് വേണ്ട, എനിക്ക് ഇത് പഠിക്കണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ എന്ത് പാടാണ് എൻ്റെ അപ്പച്ചിക്ക് നല്ലതാ കളിച്ച, പക്ഷെ ഭയങ്കര നാണം, അത് വഴങ്ങുന്നില്ല, ഭംഗിയില്ല, ഞാൻ കളിച്ചിട്ടെന്ന് പറഞ്ഞ് മാറിയിരിക്കും. എനിക്ക് എല്ലാത്തിലും അരക്കൈ നോക്കണമെന്ന് ഞാൻ ഒരു ഡാൻസ് കളിക്കാൻ ഓർത്ത്. ഇപ്പോൾ നല്ലൊരു ഡാൻസ് കളിക്കും. ഇന്ന് ഞാൻ നന്ദുവിൻ്റെ ഒരു ഡാൻസ് പാട്ട് ഇട്ടിട്ട് തരാവേ. എൻ്റെ ദൈവമേ, എന്തൊരു പാടാണ് അല്ലേ ഡാൻസൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. കുറേ പേരെ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പഠിച്ച് ഡാൻസ് അറിയാൻ പുറമേ നിന്ന് കാണുന്നവർക്കെല്ലാം വളരെ ഈസി ആയിരിക്കും, പക്ഷേ ഭയങ്കര പാടാണ് ചക്കരകളെ. എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ നോക്കി എൻ്റെ പണിക്കുറ്റം തീർന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ചക്കരകളെ ഞാൻ പിന്മാറി. ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ പിന്മാറുന്നതിന് എന്തോടി പറയുന്നത്, പിന്മാറുന്നതിന് എന്തോ പറയുന്നത് ഇംഗ്ലീഷിൽ, ഞാൻ കിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. കിറ്റ് ചെയ്ത് ചക്കരകളെ ഡാൻസ് പഠിപ്പിക്കാൻ എന്നോട് അമ്മു പറഞ്ഞ് കളിക്കാം. അമ്മൂനൊക്കെ നാണമാണ്. അമ്മ കളിക്കാം, അമ്മ നല്ല വീട്ടിൽ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് അമ്മയുടെ ചക്കരകൾ കാണുമ്പോൾ അമ്മ ഒരു അരക്കൈ നോക്കാന്ന് പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിച്ച്. എന്നിട്ട് ഞാൻ ആ പ്രലോഭനത്തിൽ മയങ്ങി കളിച്ചെൻ്റെ കാല് വേദന എടുക്കുന്നു. എന്നിട്ട് ഇവർ പിന്നെ ഇല്ലേ ഞാനത് സ്റ്റെപ്പ് തെറ്റിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കിടുന്നു രണ്ടുപേരും കൂടെ. ഞാൻ മനഃപൂർവ്വം ഉഴപ്പ് പോകണമെന്ന്. അയ്യോ പിന്നെ ഞാൻ പറഞ്ഞു ഞാനിതിൽ നിന്ന് കിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ചക്കരകളെ. അങ്ങനെ പിന്മാറി. അതുകൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ വാർത്ത കാണുന്നത്. അപ്പോൾ ഞാനോടത്ത് ചുമ്മാതല്ലേ പൊണ്ടാരം പിടിക്കുന്നത്, എത്ര രൂപ കിട്ടിയാലും മതിയാതെ ഇത്ര പഠിച്ച് എന്തൊരു പാടാണ്. ഞാൻ പക്ഷം പറയുമൊന്നുമല്ല, സത്യമായിട്ട് ഭയങ്കര പാടാണ്. അതിന് പൈസ അതിൻ്റെ മേടിച്ചു ചെറുതിലേ മുതൽ പഠിച്ച് വന്നിട്ടാണ് അല്ലെ അവർ ഈ അഭ്യാസം കയ്യിലെടുത്തിരിക്കുന്നത്. എൻ്റെ അമ്മേ ഭയങ്കര പാടാണ്. അതിന് പൈസ തന്നെ കിട്ടണം.
പിന്നെന്താ പറയാനുള്ള അത് ഇനി അത് പറഞ്ഞതിൻ്റെ പേര് വിവാദങ്ങളൊന്നും വേണ്ട. ഓരോ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട് ഞാനത് പറഞ്ഞു. എനിക്ക് അങ്ങനെ ആരുടെയും വീഡിയോകൾ എടുത്ത് ഷെയർ ചെയ്ത് കോപ്പി ചെയ്യുന്നതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. ഞാൻ അങ്ങനത്തെ ചാനലല്ലല്ലോ എൻ്റെത്. എന്നെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറയാനുള്ള കാര്യം നന്ദു പറയാ അപ്പച്ചിക്ക് ഇപ്പം മടിയുണ്ട്. ഞാൻ പറഞ്ഞു നീ എൻ്റെ മടിയെക്കുറിച്ച് അവരോട് പറയല്. അപ്പോൾ അവർ മടിക്കും. എനിക്ക് ഇപ്പം തുടങ്ങിയൊരു ചെറിയ കുഞ്ഞു മടികളൊക്കെ ഉണ്ട്. അത് ഈ വീഡിയോ പിടിക്കുന്ന മടികളാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എനർജി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് കുഞ്ഞു കാര്യങ്ങളിൽ കുഞ്ഞു മടികളൊക്കെ വരുന്നുണ്ട്. അത് സത്യമാണ്. അതൊക്കെ എന്താ പറയുക, വെളുപ്പിന് ഇവരൊക്കെ കിടന്ന് ഉറങ്ങും. ഞാൻ വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരിടെ ഇയർ ബാലൻസ് പോക്കായിരുന്നു. അപ്പോൾ ആ ഇയർ ബാലൻസ് പോക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറെ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ, ഇയർ ബാലൻസിൻ്റെ ഒരു ഡോക്ടറെ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ആ ഒരു എക്സസൈസ് ചെയ്തതിൽ പിന്നെ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനത് സ്വയം അന്ന് ഫുള്ളായിട്ടത് മാറിയെന്ന് പറയാൻ പറ്റത്തില്ല. ഇടയ്ക്കൊരു ചെറിയ നോർമലി തോന്നുമ്പോൾ ഞാൻ അത് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ടത് മാറുന്നുണ്ട്. നമ്മുടെ ഇവിടെ അങ്ങാട്ടൊരു കല്ല് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഇങ്ങനെ ഒരു ലിക്വിഡും ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ ഈ ഭാഗത്തെങ്ങാണ്ട്. ആ ലിക്വിഡിലേക്ക് ഈ കല്ല് പോകുമ്പോഴാണ് ഈ ലിക്വിഡ് ഇങ്ങനെ കിടന്ന് എന്തോ യൂട്യൂബിൽ നോക്കാം നിങ്ങൾ. എനിക്ക് അതെ ഈ വെള്ളം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം തലച്ചോറ് ഇങ്ങനെ എന്തോ ഒരു കറങ്ങുന്ന പോലെ ഒരു അവസ്ഥ വരുന്നത്. ഇയർ ബാലൻസ് പോയാൽ നമ്മുടെ എല്ലാ ആത്മവിശ്വാസം പോകും. അതുകൊണ്ട് ആ എക്സസൈസ് ചെയ്യുന്നത്, ഇതിന് മെഡിസിൻ ഇല്ല കേട്ടോ. മെഡിസിൻ കഴിച്ച് നമ്മൾ അപ്പം തന്നെ ഉറങ്ങാൻ തുടങ്ങും. നമ്മുടെ സകല എനർജിയും പോകും. അയ്യോ ഇന്നലെ ഞാൻ മിനിഞ്ഞാന്നൊരു തുമ്മലിനൊരു ഗുളിക കഴിച്ചാണ്. ഇന്നലെ വൈകുന്നേരം വരെ ആ ഹാങ് ഓവർ എനിക്ക് പോയിട്ടില്ലായിരുന്നു. ഉറക്കപ്പിച്ച് ഭയങ്കര ഞാൻ തൂങ്ങല് തന്നെ. എനിക്കതുകൊണ്ട് ചിരിയും കളിയും വരുന്നില്ല. ഒരു തലവേദന എടുക്കുന്നു. കാരണം തലവേദന എന്താ പറയുക, എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല തലവേദന. ഇതൊരു തലവേദനയാണ്. കൃത്യമായിട്ട് വീഡിയോ ഇടുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കാത്തിരിക്കില്ലേ. സീരിയലിന് അഡിക്റ്റ് ആണൊക്കെ കുറേ പേര് ഇതിനകത്ത് അഡിക്റ്റ് ആയിട്ടിരിപ്പുണ്ടല്ലേ. നന്ദു ഒരുങ്ങിയിരിക്കുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും ക്രിസ്മസ് തുടങ്ങിയ കണക്കാണ് രണ്ടുപേരും പോകുന്നത്. നോക്കി ഇങ്ങോട്ട് കാണിച്ചേ. നന്ദു റെഡാണ്, ഞാനും റെഡാണ്. നന്ദുവിന്റെ കലാവിരുത് കാണിക്കണം. കണ്ടാ, നന്ദു സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണതേ. നന്ദു അപ്പച്ചിയുടെ മോളാണേ. നന്ദു എൻ്റെ മക്കൾക്ക് എൻ്റെ അത്ര സ്മാർട്ടല്ല അവർ. ഭയങ്കര നാണമൊക്കെ ഇതിന്റെ മുമ്പിൽ വരാൻ ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടൊക്കെ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. അമ്മ വേറെ പണിയില്ല. ഞാൻ തന്നെ എൻ്റെ വീഡിയോകൾ എൻ്റെ മക്കൾ കണ്ടിട്ടില്ല. കറികളെ കാണും. ഞാൻ അനുമോളോട് പറയടി എൻ്റെ ഇന്നത്തെ വീഡിയോ എനിക്ക് പേടിയാണ്. ആ ഇൻ്റർവ്യൂ ഒക്കെ മിലകുച്ചില്ല, അതൊന്നും അവർ കണ്ടിട്ടില്ല. അവർക്ക് കമൻറ്റ് നോക്കാൻ പേടിയാണ്. അല്ലേ, വീഡിയോ കാണാൻ പേടിയാണ്. ഞങ്ങളുടെ അമ്മേനെ ആരും ഒന്നും പറയുന്നത് ഇഷ്ടമല്ല ഒന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടമല്ല, ഭയങ്കര പേടിയാണ്. അതുപോലെ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ 2-3 ചുരിദാറൊക്കെ എടുത്ത് വെച്ച് എൻ്റെ വണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് ഓൾട്രേഷൻ ചെയ്യണം. എന്താ വണ്ണം കുറഞ്ഞതിൻ്റെ സീക്രട്ട് ചോദിക്കുന്നത്? ഞാൻ വണ്ണം കുറയുക എന്താണ് വണ്ണം കുറഞ്ഞത്? ഉച്ചയ്ക്ക് ശകലം ചോറേ കഴിക്കുന്നുള്ളൂ. പിന്നെ എപ്പോഴും കടപ്പലഹാരങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിപ്സും അതും ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞാൻ വെക്കുന്ന പരിപാടിയുണ്ട്. അത് പൂർണ്ണമായി നിർത്തി. അല്ലേ, ഞാൻ ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. വൈകുന്നേരം മാക്സിമം ഫ്രൂട്ട്സാണ് കഴിക്കുന്നത്. ഫ്രൂട്ട്സോ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കുക. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് വണ്ണം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊക്കെ വണ്ണം വെച്ച് എങ്ങനെയാണെന്നറിയാമോ, ഈ കയ്യാണ് വണ്ണം വെക്കുന്നത്. ഈ ഭാഗത്തോട്ട് ഇങ്ങനെ വണ്ണമായിരിക്കും. നമുക്ക് നെഞ്ചും കയ്യും ഒക്കെ വണ്ണം വെച്ചിരിക്കും ചക്കരകൾ. ബാക്കി ഭാഗത്തിനൊന്നും വണ്ണം വെക്കത്തില്ല. കോഴിക്കാല് പോലിരിക്കും കാലൊക്കെ വണ്ണമില്ലാതെ. ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ള വിശേഷങ്ങൾ. എൻ്റെ ജിമ്മ് കേട്ടപ്പോൾ അമ്മൂക്കുട്ടൻ പറഞ്ഞു ഇത് കൊള്ളത്തില്ല, ഒരു തറലൊക്കെ എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടേക്കല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. എൻ്റെ വേറെ 1-2 ജിമ്മൊക്കെ നല്ലത് അടിപൊളി കളറിനുള്ള മേടിച്ചിട്ട് ഞാൻ ഒറ്റയടിക്ക് കാണിക്കുന്നില്ല നിങ്ങളെ. ഞാൻ ഓരോന്നോരോന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. ഇന്നലെ ഞാൻ ലുലുവിൽ വെച്ച് കുറച്ച് പേരെ കണ്ടായിരുന്നു. നമ്മുടെ ഇതിന് യൂട്യൂബിൽ ഉള്ള കുറേ പേരെ കണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. വലിയ ഫിലിം സ്റ്റാറിനെയൊക്കെ നിർത്തി എടുക്കണൊക്കെ സിംഗുമ്പോൾ അയ്യോ ഒന്ന് ഓടി പോയി ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുമല്ലോ. നമ്മളോടുള്ള എത്ര സ്നേഹം ഉണ്ടായിട്ടിരിക്കും അങ്ങനെ നമ്മുടെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കാനൊക്കെ ചോദിക്കുന്നത്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞാനങ്ങനെ പൊങ്ങിപ്പോയി ചക്കരകളെ. അങ്ങനെ വൈകുന്നേരം ലുലുവിൽ പോയത് കേട്ടോ. പിന്നെന്ത് പറയാനാ,
പിന്നെ 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 ഞാൻ മറ്റേ ഇതിൽ ഒരു ജോലിയുടെ വാർത്ത ഇടുന്നു കുറച്ച് കഴിഞ്ഞിട്ട്. ജോലിയുടെ കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്ന കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്, അത് ഞാൻ ഇടാം കേട്ടോ. അപ്പം അത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾ കുറച്ച് പേര്, അതായത് ഞാൻ അതിനകത്ത് വിശദ വിവരങ്ങൾ പറയാം. പിന്നെ കുറേ ജോലിയുടെ വേക്കൻസി ഉണ്ട്, അതെല്ലാം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് പിന്നെ ഞാൻ അതിനകത്ത് ഇടാം, സിംഗിൾ ബോബൻ വേൾഡ് ചാനൽ. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ അതിനകത്ത് കയറിക്കോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കൾക്കോ വീട്ടിലുള്ളവർക്കോ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും, ഇവിടെയല്ല സൗദി അറേബ്യയിലേക്കാണ് കേട്ടോ. അതുപോലെ ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾ ഇനി മുതൽ സൗദിയിലായിരിക്കും. എൻ്റെ ബോബൻ്റെ കമ്പനി സൗദിയിലേക്ക് മാറ്റി, അങ്ങനെ ഞങ്ങൾ സൗദിയിലായിരിക്കും. നിങ്ങൾക്ക് ബോബൻ അവിടെ ആണ് കേട്ടോ, ഞാനിവിടെയാണ്, അതും പറഞ്ഞേക്കാം. അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പോകും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആ കാര്യങ്ങളൊക്കെ വല്ലവർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, അത് ഞാൻ മറ്റേ ചാനലിൽ പറയാം, തൊഴിൽ പറയുന്ന ചാനലിൽ പറയാം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയണ്ട ചക്കരകളെ, ഒരു തയ്യൽ പഠിപ്പിക്കുന്ന ഒരാളുണ്ട്, ആ ആളുടെ നമ്പർ ഞാൻ ഇട്ടേക്കാം. എൻ്റെ ദൈവമേ, അത് ഞാൻ അതിനകത്തൊരു വീഡിയോ ഇടാം, നിങ്ങളത് കാണേ. അതായത് വീട്ടമ്മമാർക്ക് തയ്യൽ പഠിക്കുക, സാരിയിൽ പെയിൻറ്റ് ചെയ്യുക, ഫാഷൻ ഡിസൈനിങ് പോലെ ചെറിയ രീതിയിൽ നല്ല ചുരിദാർ, ബ്ലൗസ് സ്റ്റിച്ചിങ് നന്നായിട്ട് ഒരു ഓൺലൈനിലൂടെ പഠിപ്പിച്ച് തരും. വെട്ടുന്നത് എങ്ങനെയാണെന്നെല്ലാം പഠിപ്പിച്ച് തരും. പിന്നെ മ്യൂറൽ പെയിൻറ്റിങ് അതൊക്കെ പഠിപ്പിച്ച് തരും. പിന്നെ പറയാനുള്ള കാര്യം എന്താണ്, കുറേ ഉണ്ട്, അതിൻ്റെ പരസ്യം പോലെ അതിനകത്ത് പറഞ്ഞുതരാം. അത് പിന്നെ ആനയുടെ നെറ്റിപ്പട്ട ഉണ്ടാക്കലൊക്കെ ഇല്ല, നെറ്റിപ്പട്ട ഉണ്ടാക്കത്തില്ല, ആനയുടെ നെറ്റിപ്പട്ട ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് ഒരു നെറ്റിപ്പട്ട ഉണ്ടാക്കുന്ന ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അതുപോലെ നെറ്റിപ്പട്ട ഉണ്ടാക്കൽ ഇതൊക്കെ ഞാൻ ഇട്ടുതരാം. മോളെ സൂക്ഷിച്ച് വെക്കണേ പാസ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടും ബാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ സിംഗിൾ ബോബൻ വേൾഡ് ചാനൽ എന്ന് പറഞ്ഞ വീഡിയോ വേൾഡിൽ ഞാൻ ഇട്ടേക്കാവേ. അപ്പോൾ അത് നോക്കിയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കിട്ടട്ടെന്നേ. ഞാൻ കുറേ ദിവസമായിട്ട് അത് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഒറിജിനൽ അല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ഇടത്തില്ല. അല്ലാതെ ഒത്തിരി പേര് പറയും, പക്ഷെ നമുക്കൊരു വിശ്വാസത്തില്ലാതെ ആളുകൾ പറ്റിക്കപ്പെടരുതെന്ന് ഓർത്തിട്ടാണ്. ചവറ് പോലെ അത് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇഷ്ടംപോലെ സ്ഥലം വയ്ക്കുന്ന അതൊക്കെ വരുന്നുണ്ട്. എനിക്ക് വീഡിയോ സമയം കിട്ടുന്നില്ല അങ്ങനത്തെ വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ചക്കരകളെ, എല്ലാവർക്കും സന്തോഷമുള്ള ദിവസം ആശംസിക്കുന്നു. ഞങ്ങൾ എക്സിബിഷന് പോയിട്ട് വന്നിട്ട് കാണിക്കാവേ കേട്ടോ. അവിടെ നിന്ന് വല്ലതും മേടിക്കുവാണെങ്കിലും കാണിക്കാം കേട്ടോ. അപ്പോൾ മാല ഉള്ളാവാ. ഇഷ്ടപ്പെട്ടാ അപ്പോൾ ഓക്കെ.